ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. നയനയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് കനകയും നന്ദുവും ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, നവ്യ ഇതുവരെ ഹോസ്പിറ്റലൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നന്ദു പറയുകയാണ്, ഇത് നവ്യേച്ചി അറിഞ്ഞിട്ടില്ലമ്മേ എന്ന് പറയുമ്പോൾ കനക പറയുകയാണ്, നവ്യമോക്ക് ഇപ്പം അഭിയുടെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ, അവരെവിടെയെങ്കിലും ചുറ്റി കറങ്ങുന്നുണ്ടാകും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ അവസ്ഥയിൽ നവ്യ ഇതൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്, വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ എന്നിങ്ങനെ കനക പറയുകയാണ്. അങ്ങനെ നയനയ്ക്ക് ബോധം വീഴുമ്പോൾ കയറി ഒരു നോക്ക് കാണാനായി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് നന്ദു കനകയും. പിന്നീട് ആദർശ് വളരെ സങ്കടപ്പെട്ട് അനന്തപുരിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നയനയ്ക്ക് ലിവർ കൊടുത്ത ആളിൻ്റെ സർജറി പൂർത്തിയായോ, അവർക്ക് എങ്ങനെയുണ്ട്, എനിക്ക് അവരെ ഒന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ മൂർത്തി സാറ് ആദർശിനോട് പറയുകയാണ്. ഒപ്പം ദേവയാനിക്ക് എങ്ങനെയുണ്ടെന്നും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ വസന്തരാമ ചോദിക്കുന്നുണ്ട്, മോന്റെ മുഖം കണ്ടാൽ ഭയങ്കര സങ്കടം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ആദർശ് പറയുകയാണ്, അമ്മയുടെ സർജറി നടക്കാൻ പോവുകയല്ലേ, അതാ മുത്തശ്ശി എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നയന അവിടെ ഉണ്ടല്ലോ എന്ന് വസുന്ധര പറയുമ്പോൾ നയന കുറച്ചുനാൾ അവളുടെ വീട്ടിലേക്ക് പോകും, ഇവിടെ ആകെ പ്രശ്നങ്ങളല്ലേ എന്ന് പറയുമ്പോൾ അതാ നല്ലതെന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. എന്നിട്ട് എനിക്ക് അമ്പലത്തിൽ പോയി നയനയ്ക്ക് വേണ്ടി ഒരു ശയനപ്രദക്ഷിണം ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ അതിന് നയനയ്ക്ക് എന്തു പറ്റി എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പെട്ടെന്ന് പറയുകയാണ്, അറിയാതെ നയനയ്ക്ക് വേണ്ടി നേർച്ച ചെയ്യണമെന്ന് പറഞ്ഞും പോയി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആദർശ് പറയുകയാണ്, അല്ല നയനയ്ക്കൊന്നും പറ്റിയില്ല, അമ്മയും നയനയും തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നേർച്ചകളൊക്കെ നേരുന്നത്, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മല ചവിട്ടുന്നതും എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ദൈവങ്ങളൊന്നും കൈവിടില്ല, അമ്പലത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ നേർച്ചകളല്ല, അതേപോലെ വീട്ടാൻ പറയുകയാണ്. പിന്നീട് വേണുവിനെയും അനാമികയും രേവതിയെയാണ് കാണിക്കുന്നത്. അപ്പോൾ വേണു പറയുകയാണ്, ദേവയാനിക്ക് കൊടുത്ത വിഷം അതിമാരകമാണ്, ആള് തട്ടിപ്പോകാഞ്ഞത് കാര്യമായി. അപ്പോൾ അനാമിക പറയുകയാണ്, അച്ഛനിതെന്ത് വർത്താനം പറയുന്നത്, പിന്നെ മരിക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടോ. അന്നേരം വേണു പറയുകയാണ്, അപ്പോൾ ദേവയാനിക്ക് നല്ല പ്രായമില്ലേ, അതുകൊണ്ട് ഒരു ഭയം എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയാ, ചുമ്മാ അങ്ങനെയൊന്നും പറയാതെ, അവർ ജീവിച്ചിരുന്നെങ്കിലേ നമുക്ക് നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. പിന്നെ വന്ന ഡോണറിന് കോടികൾ കൊടുത്തു കാണും അനന്തപുരിക്കാർ, അവർക്ക് കോടികളുടെ സമ്പാദ്യമുണ്ടല്ലോ എന്നിങ്ങനെ രേവതി പറയുകയാണ്. കോടികളുടെ ആസ്തിയാണ് അനന്തപുരിക്കാർക്കുള്ളത്, അതിൽ നിന്നും 1-2 കോടിയൊന്നും നഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് കൊടുക്കുന്നെങ്കിൽ കൊടുത്തോട്ടെ എന്ന് അനാമികയും. എന്നിട്ട് പിന്നീട് അനാമികയെ രണ്ടുപേരും കൂടി ചുറ്റിയിരുന്ന് ഉപദേശിക്കുകയാണ്, നീ അനിയുമായി ഒട്ടി നിന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക, ഇങ്ങനെ രണ്ടറ്റത്ത് നിന്നാൽ ഒന്നും നടക്കത്തില്ല കേട്ടോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 50 കോടിയെങ്കിലും നമുക്ക് കിട്ടിയ അതും ലോട്ടറിയാ എന്ന് വേണു പറയുകയാണ്. രണ്ടായാലും അനി വിളിക്കാതെ ഞാൻ പോവത്തില്ലെന്നിങ്ങനെ കണിശമായിട്ട് അനാമിക പറയുകയാണ്. അപ്പോൾ വേണു പറയുകയാണ്, അതിന് നീ വിഷമിക്കണ്ട, ദേവയാനി വീട്ടിൽ വരുമ്പോൾ എന്തായാലും നിന്നെ കാണണമെന്ന് പറയും, അപ്പോൾ പിന്നെ അനി താനെ വന്ന് വിളിച്ചോണ്ട് പൊക്കോളും, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടിയുണ്ടാക്കി തിരിച്ച് ഇങ്ങോട്ട് കയറി വരാതിരുന്നാൽ മതി എന്ന് രേവതിയും പറയുന്നുണ്ട്. പിന്നീട് വേണുവും രേവതിയും കൂടെ അനാമികയെ ഉപദേശിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അങ്ങനെയെങ്കിൽ മാത്രമേ നിന്നെ അവിടുന്ന് അവരടിച്ചിറക്കാതിരിക്കത്തുള്ളൂ. ഇനി അഥവാ അവിടുന്ന് അടിച്ചിറക്കിയാൽ തന്നെയും അതിനുള്ള നഷ്ടപരിഹാരവും കൂടെ തരും, നമുക്കത് മതി ജീവിക്കാൻ, അങ്ങനെയായാലും നമുക്ക് ജീവിക്കാമല്ലോ എന്നിങ്ങനെ അനാമികയോട് പറയുമ്പോൾ അനാമിക പറയും, പിന്നെ മറ്റൊരുത്തിയെ മനസ്സിൽ കിട്ടുകൊണ്ട് കിടക്കുന്ന അവനെ ഞാൻ സ്നേഹിക്കാനോ അവൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കാനോ അതിനെനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. എന്നിട്ട് രേവതിയും വേണും കൂടെ പറയുകയാണ്, എങ്ങനെയെങ്കിലും ഒരു 5-6 വർഷമെങ്കിലും അനന്തപുരിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ മതി, ആ സമയം കൊണ്ട് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി നമുക്ക് നമ്മുടെ കാര്യം സാധിക്കാം എന്നും വേണു പറയുന്നുണ്ട്. പിന്നീട് കനകയും നന്ദുവും നയനയെ കയറി കാണുകയാണ്. അപ്പോഴും അച്ഛൻ അറിഞ്ഞോ എന്നാണ് നയനയുടെ ആശങ്ക. എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്നെ ഡിസ്ചാർജ് ചെയ്യും, എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വരും, അവിടെ കുറച്ച് നാൾ നിന്നതിന് ശേഷമേ ഞാനിനി അനന്തപുരിയിലേക്ക് പോകുന്നുള്ളൂ എന്ന് നയന പറയുകയാണ്. നല്ല ക്ഷീണം തോന്നുന്നെന്നും പറയുന്നുണ്ട്. എന്നിട്ട് ആദർശിനെ കാണണമെന്ന് പറയുകയാണ് നയന. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞങ്ങൾ ഇറങ്ങിയിട്ട് ആദർശേട്ടനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം, വെളിയിൽ ഇരിപ്പുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് നയന കനകയോട് പറയുകയാണ്, ഇതിൻ്റെ പേരിൽ ആദർശേട്ടനെയും അച്ഛനെയും അമ്മയൊന്നും പറയരുത്, വിമർശിക്കുകയൊന്നും ചെയ്യരുത്, ഈ ലിവർ ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞത് എൻ്റെ മാത്രം തീരുമാനമാണ് എന്ന് പറയുകയാണ്. പിന്നീട് അവർ ദേവയാനിയെ കാണാൻ ചെല്ലുകയാണ്. കാര്യം ദേവയാനിയെ ഒരു ഓപ്പറേഷനായിട്ട് വേണ്ടി ഇങ്ങനെ പോകുമല്ലേ, അപ്പോൾ ഒന്ന് കയറി കണ്ടു കളയാമെന്ന് കരുതി കനകയും നന്ദുവും കൂടെ അവിടെ ചെല്ലുമ്പോൾ ദേവയാനി ഇങ്ങനെ അവരെ വീണ്ടും അടച്ചാക്ഷേപിക്കുകയാണ്. അവരെ കാണുന്ന മാത്രമേ തന്നെ ദേവയാനി പറയുകയാണ്, എനിക്ക് ഒന്നാമതേ വയറുവേദനയാണ്, നിന്നെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള വേദനയുടെ 1000 ഇരട്ടി വേദന ഞാൻ സഹിക്കേണ്ടി വരും, നിന്നോടൊക്കെ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് കയറി വരരുതെന്ന്, നിന്റെ മോൾ ഒറ്റ എഴുത്തിയാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ കിടക്കാൻ കാരണമെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. അന്നേരം കനക പറയുന്നുണ്ട്, ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ദേവയാനി നയനയും കുറേ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, അനാമികയെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ബ്ലഡും ലിവറും ഒക്കെ തരാൻ അനാമിക മോൾ തയ്യാറായിരുന്നു, പക്ഷേ വേറൊരാൾ തയ്യാറായി വന്നതുകൊണ്ടാണ് അനാമിക പിന്മാറിയത് എന്ന് കേൾക്കുമ്പോൾ നന്ദുവിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. നന്ദു ഇങ്ങനെ ദേഷ്യച്ചിങ്ങനെ തലയാട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുക.
എന്നിട്ട് ദേവയാനി പറയുകയാണ് നിന്റെ 2 മക്കളും അനാമികയെ കണ്ടുപഠിക്കണം എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ ഓപ്പറേഷന് മുമ്പ് ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് കണ്ടു, ഞങ്ങൾ പോവുകയെന്ന് പറഞ്ഞ് കനകഴിഞ്ഞിറങ്ങുവാണ്. പിന്നീട് നന്ദു ആദർശനോട് പറയുകയാണ് ഈ സമയത്തും നയനേച്ചി ആദർശേട്ടൻ്റെ അമ്മ ഇങ്ങനെ വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാനാകുന്നില്ല കേട്ടോ, നമുക്ക് തകർന്നു പോവുകയാണ് എന്ന് പറയുമ്പോൾ ആദർശ് സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, ഇത്രയും നല്ല സ്വഭാവമുള്ള നയനയെ കഷ്ടപ്പെടുത്തിച്ചതിന് അമ്മയ്ക്ക് ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കും ഇത് എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര് വെറുത്താലും ഞങ്ങൾ നയനയെ വെറുക്കില്ല, എന്നെങ്കിലും ഒരിക്കൽ ഇതറിയുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും ആദർശ് പറയുകയാണ്. പിന്നീട് ആദർശ് നയനെ കയറി കാണുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പവുമില്ല ആദർശേട്ടാ. അപ്പോൾ ആദർശ് പറയുകയാണ് ഇപ്പോൾ ഞാൻ നിന്റെ ഭർത്താവ് മാത്രമല്ല നിന്റെ ദാസൻ കൂടിയാണ്, ഇനി എനിക്ക് നിന്നെ ഭരിക്കാനോ ഭർത്താവിൻ്റെ ഒരു അവകാശം പോലും നിന്റെ അടുത്ത് എടുക്കാൻ എനിക്ക് കഴിയില്ല, നീ പറയുന്നത് അനുസരിച്ച് ജീവിക്കാനേ എനിക്ക് പറ്റൂ, അത്രയ്ക്കും മേലെയാണ് നിന്റെ സ്ഥാനം എന്നിങ്ങനെ നയനയോട് പറയുക.